ഇപ്പോൾ വിന്യശ്രീ ഇപ്പം ഇവിടെ അലിംസിലെ ബിസിനസ് പഠിക്കുകയാണ്. നമുക്കറിയാം ഇവിടെ ഒരു നല്ല എമൗണ്ട് ഓഫ് ഫീ എന്തായാലും കൊടുത്തിട്ടുണ്ടാവും. നമ്മുടെ നാട്ടുകാരായിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, എല്ലാവരും ചോദിക്കും ഇത്രയും ഫീ ഒക്കെ കൊടുത്തിട്ട് എന്താണ്? ഓക്കെ, നല്ല യൂണിഫോം കാര്യങ്ങളൊക്കെ ഉണ്ട്, കാണാനൊക്കെ ഓക്കെ. പക്ഷേ ഇതൊരു വേർത്ത് കാര്യമാണ്. എന്തെങ്കിലും മാറ്റം ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ക്യാരക്ടറിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ കോൺഫിഡൻ്റ് ആയിട്ട് എന്തുത്തരം പറയും? എനിക്ക് ഇപ്പോൾ ഒരു വിശ്വാസമുണ്ട്, ലിംസിൽ ചേർന്നിട്ട് എന്തായാലും അത് വെറുതെ ആവില്ല. കാരണം ഇപ്പോൾ ഈ 3 കൊല്ലത്തിനുള്ളിൽ ഞാൻ ഇപ്പോൾ ലോണിലാണ് പഠിക്കുന്നുള്ളത് എങ്കിലും ഞാൻ ഒരു ലെവലിൽ എത്തും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. ആ ഒരു കോൺഫിഡൻസ് എനിക്ക് അലിംസിൽ വന്നതിന് ശേഷം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അലിംസിൽ വന്നതിന് ശേഷം എനിക്ക് ഡിഗ്രിക്ക് കിട്ടിയിട്ടുണ്ടായിന്, അത് ഞാൻ ഒഴിവാക്കിയിട്ട് BTTM കിട്ടിയിട്ടുണ്ടായിന്. അത് ഒഴിവാക്കിയിട്ടാണ് ഞാൻ അലിംസിലേക്ക് പിന്നെയും വന്നത്. അപ്പോൾ ഈ സമയത്തെല്ലാം എല്ലാവരും, നാട്ടുകാരും അതായത് കുടുംബക്കാരായാലും റിലേറ്റീവ്സ് ആയാലും എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ്, അതെല്ലാം ഒഴിവാക്കിയിട്ട് പോകണോ, ഇതെന്നെ പഠിച്ചൂടെ, വെറുതെ പൈസ ചിലവാക്കണോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചോദിച്ചിരുന്നു. ഞാൻ പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇഷ്ടപ്രകാരമാണ് ഞാൻ അലിംസ് ചൂസ് ചെയ്തത്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഫുൾ കോൺഫിഡൻ്റ് ആണ്. കാരണം ഈ 10-15 മാസത്തെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒരു ലെവലിലെത്തും. ഒന്നെങ്കിൽ എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ പറ്റും, അല്ലെങ്കിൽ ഞാനൊരു ജോബിൽ കയറി ഒരു പൊസിഷനിൽ എത്തിയിട്ട് അതിന് ശേഷം ഞാൻ എന്തായാലും ഒരു ബിസിനസ് തുടങ്ങുന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഇപ്പോൾ ഉണ്ട്. ഓക്കെ, ഈ കോൺഫിഡൻസ് അല്ലാതെ വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പുതിയൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളൊരു വിശ്വാസം. ഓക്കെ, എന്തായാലും നല്ല ക്വാളിറ്റീസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, വാല്യൂസ് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ സൊസൈറ്റിയിൽ പല ടൈപ്പിലുള്ള ആൾക്കാരുണ്ടാവാറുണ്ട്. ലൈക്ക് ഇപ്പം തനിക്ക് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും, പക്ഷെ എന്നാലും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് കാരണം ചിലപ്പം പഠിക്കാൻ പറ്റില്ല. ഈവൻ പഠിക്കാൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ പോലും ടെൻഷനായിരിക്കും, ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവോ, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അതിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവോ എന്നുള്ള പോലെ. ഇപ്പോൾ വിന്യശ്രീയുടെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഒരു ഡൗട്ടിൽ നിൽക്കുകയാണ്, അലിംസിൽ ജോയിൻ ചെയ്യണോ വേണ്ടയോ, ഇത്രയും ഞാൻ പൈസ കൊടുത്ത് പഠിക്കണോ വേണ്ടയോ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വിന്യശ്രീയുടെ ഒരു ഡൗട്ട് എങ്ങനെ ക്ലിയർ ചെയ്ത് കൊടുക്കും? ഇപ്പോൾ അലിംസിൽ നമുക്ക് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടിക്ക് പോലും കൃത്യമായിട്ട് വരാൻ വേണ്ടി പറ്റും. കാരണം ഇവിടെ സ്കിൽ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലോണും കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ കുട്ടിക്ക് പോലും അലിംസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഒരു കുട്ടിക്ക് അലിംസിനെ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ലോങ് റണ്ണിലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കോ, അതോ വെറുതെ പൈസ കൊടുക്കുന്ന പോലെ ആവോ? അല്ല, അലിംസിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന്റെ കൺസെപ്റ്റ് തന്നെ നമ്മൾ ആദ്യം മുതലേ പഠിച്ചു വരുന്നുണ്ട്. എങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാം, അതുപോലെ തന്നെ ഒരു ബിസിനസ് എങ്ങനെ ചെയ്യാൻ നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം തന്നെ നമുക്ക് പ്രൊജക്റ്റും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. ഒരു ബിസിനസ് എങ്ങനെ ചെയ്യാന്നുള്ള പകുതി കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ തന്നെ ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് ടേമുകളായിട്ടാണ്. ഇപ്പോൾ ഇത് സെക്കൻഡ് ടേമാണ്, ഇപ്പോൾ സെക്കൻഡ് ടേം വരാറായി. അപ്പോൾ നമ്മളൊരു ബിസിനസ് ഐഡിയ കൊണ്ടുവന്നിട്ട് ആ ഐഡിയ എങ്ങനെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുവരാന്നുള്ള കാര്യം കൃത്യമായിട്ട് അലിംസിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു പ്രശ്നം എന്തായാലും വരൂല. പിന്നെ വേറെ അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്കറിയാം ഈ ബിസിനസ് നടത്താന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഓക്കെ അത് മെയിൽ ഡോമിനേറ്റഡ് ആണ്. കൂടുതൽ നമ്മൾ ആണുങ്ങൾ ബിസിനസ് നടത്തി സക്സസ്ഫുൾ ആയിട്ട് കാണുന്നത് ഇപ്പം വരുന്നുണ്ട് ഫീമെയിൽസും. പക്ഷെ എന്നാലും അങ്ങനെ ഒരു ആൾക്കാർക്കൊരു സൊസൈറ്റിയിൽ ഒരു പ്രെജുഡീസ് മൈൻഡാണ്, മെയിൽസിന് മാത്രമാണ് ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള പോലെ. ഇവിടെ വന്നതിന് ശേഷം എന്താണ് തോന്നുന്നത്, ഫീമെയിൽസിനും അതൊരു ഈക്വലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണെന്ന് തോന്നുന്നുണ്ടോ? ശരിക്കും ബിസിനസിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഫീമെയിൽ മെയിൽ എന്നുള്ള ഒരു ഡിഫറൻസ് അവിടെ ഇല്ല. കൂടുതലായിട്ട് മനസ്സിലായത് അലിംസിൽ വന്നതിന് ശേഷമാണ്. അലിംസിൽ നമുക്ക് കൃത്യമായിട്ട് ബിസിനസിനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്, ബിസിനസ് എങ്ങനെ ചെയ്യാന്നുള്ള കാര്യം, ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ പല കാര്യങ്ങളും നമുക്ക് അലിംസിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അലിംസിൽ. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് എങ്ങനെ തുടങ്ങാന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ എല്ലാ സ്റ്റുഡൻസിനും കിട്ടുന്നുണ്ട്. അവിടെ ഫീമെയിലെന്നോ മെയിലെന്നുള്ള ഒരു വ്യത്യാസമില്ല. ഓക്കെ, അലിംസിന് വന്നതിന് ശേഷം പേഴ്സണാലിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ? അതായത് ഒരു കാര്യത്തിനെ നോക്കി കാണുന്നത്, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റിംഗ്, അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ്? കൂടുതലായിട്ട് ബിസിനസ്സുകാരായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ എങ്ങനെ ഒരു ബിസിനസ്സിന് മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ള കാര്യങ്ങൾ, പൊതുവായിട്ടുള്ള പല കാര്യങ്ങളും അറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ കോൺഫിഡൻ്റ് ആയിട്ടൊരു വേദിയിൽ നിന്നാൽ സംസാരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, 4 ആളെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ആക്ച്വലി ഒരു ബിസിനസ് വുമൻ സംസാരിക്കുന്ന പോലെ ഇത്ര നേരം എൻ്റെ അടുത്ത് സംസാരിച്ചത്. ഓക്കെ, താങ്ക് യു.